Good morning, friends. ലോകം നിരവധി മാറാരോഗങ്ങളുടെ പിടിമുറുക്കത്തിൽ നെട്ടോട്ടമോടുന്ന ഈ സാഹചര്യത്തിൽ പട്ടിണിക്കും പരിഭവങ്ങൾക്കും മേലെ മനുഷ്യ സമൂഹം ഏറ്റവും കൂടുതൽ ഇനി പ്രയാസമനുഭവിക്കാൻ പോകുന്ന ഒരു മേഖലയാണ് തൊഴിൽ മേഖല. എല്ലാ രാജ്യങ്ങളിലും തൊഴിലില്ലായ്മ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാരതത്തെയും കേരളത്തെയും തന്നെ എടുത്തു നോക്കിയാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരും ഉറ്റവരും ഉടയവരും ജോലി നഷ്ടപ്പെട്ടും ജോലി ഉപേക്ഷിച്ചും നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ദയനീയമായ സാഹചര്യത്തിൽ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് എങ്ങനെ നല്ലൊരു ഫ്യൂച്ചർ നമുക്ക് നൽകാൻ സാധിക്കും? നമ്മുടെ ചുറ്റുപാടിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ ഓരോ വർഷവും വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇറങ്ങുന്ന ലക്ഷം ഉദ്യോഗാർത്ഥികൾ അവർക്ക് തന്നെ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുയോജ്യമായ ഒരു ജോലിയും ഇന്ന് നമ്മുടെ കേരളക്കരയിൽ ഇല്ല എന്നുള്ളത് നഗ്ന സത്യമാണ്. ഈ ദയനീയമായ സാഹചര്യത്തിൽ എങ്ങനെ നമുക്കിതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും? അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും മൈ ജംസ് വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനൊരു ഫാമിലി പേഴ്സണാണ്. ഞാനൊരു കുടുംബനാഥനാണ്. എനിക്ക് കുറച്ച് സ്വപ്നങ്ങളുണ്ട്, എൻ്റെതായിട്ടുള്ള സ്വപ്നങ്ങളുണ്ട്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ള സ്വപ്നങ്ങളുണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. അത്യാവശ്യം പണം എപ്പോഴും എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. വളർന്നു വരുന്ന സമൂഹത്തിൻ്റെ ചിട്ടകൾക്കനുസരിച്ചിട്ടുള്ള ഒരു നല്ലൊരു വീട് എനിക്ക് വേണം. ലോകത്തിൻ്റെ ഏത് ഭാഗത്തും എനിക്കും കുടുംബത്തിനും യാത്ര ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്ക് വേണം. അടുത്ത തലമുറക്ക് പോലും വളരെ ഹാപ്പിയായി ജീവിക്കാൻ മാത്രം സമ്പത്ത് എനിക്കുണ്ടായിരിക്കണം. മണി ഫ്രീഡം വേണം. ഏത് സമയത്തും എനിക്ക് എൻ്റെ ഫാമിലിയോടൊപ്പം ചെലവഴിക്കാനും വളരെ സന്തോഷത്തോടും ആനന്ദത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു അവസരം വേണം. എനിക്കും കുടുംബത്തിനും സഞ്ചരിക്കാനും എൻ്റെ ബിസിനസ് സാമ്രാജ്യം ഉയർത്തുവാനും ആവശ്യമായ നല്ലൊരു വാഹനം എനിക്ക് വേണം, കാറ് വേണം. എൻ്റെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകാനുള്ള ശേഷി എനിക്കുണ്ടായിരിക്കണം. തുടങ്ങി ഒട്ടനവധി സ്വപ്നങ്ങളാണ് നമുക്കുള്ളത്. എന്നാൽ ഇന്ന് നാം ചെയ്യുന്ന തൊഴിൽ, ആ തൊഴിലിൽ നിന്ന് കിട്ടുന്ന വേതനം കൊണ്ട്, ശമ്പളം കൊണ്ട് ഈ സ്വപ്നങ്ങളെ നമുക്ക് യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കുമോ? Can you do it with your present job? ഇന്നത്തെ ജോലി തന്നെ വളരെ തലവേദന പിടിച്ചിട്ടുള്ള ജോലിയാണ്. ഓവർ ടൈം എടുത്താൽ പോലും നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുവാൻ ആവശ്യമായ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. ഡു യു ഹാവ് എനി സൊല്യൂഷൻ? നിങ്ങളടുത്ത് എന്തെങ്കിലും അതിനൊരു പരിഹാരമുണ്ടോ? ഇല്ല എങ്കിൽ വി ഹാവ് എ സൊല്യൂഷൻ ഫോർ യു.
നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ അടുത്ത് ഒരു സൊല്യൂഷൻ ഉണ്ട്. അതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. വരും കാലത്തിലെ $1 ട്രില്യൺ ഇൻഡസ്ട്രി എന്ന് മഹാവ്യക്തിത്വങ്ങൾ വിശേഷിപ്പിച്ച നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഒരു മേഖല. ഇതിനെക്കുറിച്ച് ഞാനല്ല പറയാൻ യോഗ്യതകൾ ഏറെയുള്ള മഹാവ്യക്തിത്വങ്ങൾ അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നു. മുൻകാല നമ്മുടെ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് 21ാം നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ 2021 ആകുമ്പോഴേക്കും അല്ലെങ്കിൽ 21st സെഞ്ച്വറി ആകുമ്പോഴേക്കും ഏറ്റവും ഗ്രോത്ത് ഏറിയ ഒരു ബിസിനസ് മേഖലയായിരിക്കും. 16th സെഞ്ച്വറിയിലെ ഏറ്റവും ഗ്രോത്ത് ഏറിയിട്ടുള്ള ഒരു ബിസിനസ് മേഖലയായിരിക്കും MLM. എവരി യങ് മാൻ, ഏത് ഒരു യുവത്വം തിളക്കുന്ന യുവാക്കളും യുവതികളും ലോകത്തെവിടെയുള്ളവരും അവരെല്ലാവരും MLM എന്ന് പറയുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലേക്ക്, നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലേക്ക് പ്രവേശിച്ചിരിക്കണം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന യൂത്ത് ഏജ്, അത് നിങ്ങളുടെ യൂത്ത് ഏജ് ആയിരിക്കും. ഡൊണാൾഡ് ട്രംപ് അതിനെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തിനോട് ഒരാൾ ചോദിച്ചു, വരും കാലങ്ങളിൽ ഇനി നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഐ വുഡ് ഗെറ്റ് ഇൻ ടു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അദ്ദേഹത്തെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗാണ് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സാർ പറയുന്നത്, യൂത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആസ് കരിയർ. യുവാക്കൾക്ക്, യുവതികൾക്കുള്ള ഫ്യൂച്ചർ കരിയറാണ്. ഇന്ന് തൊഴിലില്ലായ്മ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ഫ്യൂച്ചർ അത് പരിഹരിക്കാൻ പറ്റുന്ന ബെസ്റ്റായിട്ടുള്ള ഒരു മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ്. ബിൽ ഗേറ്റ്സിനെ അറിയാത്തവരാരും ഉണ്ടാകില്ല. ബിൽ ഗേറ്റ്സിനോടും ട്രംപിനോട് ചോദിച്ച പോലെ ചോദിച്ചു, നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിൽ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക? നിങ്ങൾ ഏത് മേഖലയാണ് തിരഞ്ഞെടുക്കുക? അദ്ദേഹം പറഞ്ഞു, ഐ വുഡ് ചൂസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗാണ് തിരഞ്ഞെടുക്കുക. മഹാവ്യക്തിത്വങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഇത്രയും പുകഴ്ത്തി പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ സൊസൈറ്റി അതിനെ പുച്ഛിച്ച് കളയുന്നു? മറ്റൊന്നുകൊണ്ടല്ല, ഈ മേഖലയിലേക്ക് വ്യാജന്മാർ, അപരന്മാർ, നിരവധി ആളുകൾ കടന്നു വന്നപ്പോൾ കേവലം ഒരു സിസ്റ്റവും ഒരു സോഫ്റ്റ്വെയറും മാത്രം മുന്നിൽ വെച്ച് കമ്പനി രൂപീകരിച്ച് അവിടെ നിന്ന് മണി റൊട്ടേഷൻ നടത്തുന്ന സിസ്റ്റങ്ങൾ നമ്മുടെ നാട്ടിൽ പെരുകിയതോടുകൂടി മഹാവ്യക്തിത്വങ്ങൾ അത്രയും പുകഴ്ത്തിപ്പാടിയ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് വളരെ മോശമായ രീതിയിലേക്ക് ഒരു ചിത്രം അവരുടെ മൈൻഡുകളിലേക്ക് കയറി വന്നു തുടങ്ങി. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൻ്റെ ചരിത്രമായി നമുക്കൊന്ന് പരിശോധിക്കാം. USA 1959 ബിസിനസ് പാർട്ട്നേഴ്സായിട്ടുള്ള റിച്ച് ഡ്യുവാസും ജയ് വാൻഡിലും ഒരു പ്രൊഡക്റ്റുമായി ഒരു വ്യത്യസ്തതയുള്ള ഒരു ബിസിനസ് കാഴ്ചപ്പാട് ഉണ്ടാക്കി. അതിൽ നിന്നും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. കസ്റ്റമേഴ്സ് തങ്ങളെ ഉൽപ്പന്നം വാങ്ങുമ്പോൾ തന്നെ അതിൽ നിന്ന് അഡീഷണൽ ബെനിഫിറ്റ് അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന സിസ്റ്റമായിരുന്നു അവർ ഡെവലപ്പ് ചെയ്തത്. ദാറ്റ് ഈസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. റോബർട്ട് കിയോസാക്കി, നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ സൊസൈറ്റിയിൽ 4 വിഭാഗക്കാരാണുള്ളത്. ഒന്ന് എംപ്ലോയി,
2 സെൽഫ് എംപ്ലോയി, 3 ബിസിനസ്മാൻ, 4 ഇൻവെസ്റ്റേഴ്സ്. നിങ്ങൾ നോക്കൂ, ഇന്ന് സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ 95% ആളുകളും ഇരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള ഈ എംപ്ലോയി സെൽഫ് എംപ്ലോയി എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ്. 5% ആളുകൾ ഇരിക്കുന്നത് ഈ ബിസിനസ്മാൻ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന മേഖലയിലാണ്. എന്നാൽ ഇതിൽ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് ലോകത്തിലെ മൊത്തം സമ്പത്തിൽ 95% ഇരിക്കുന്നത് റൈറ്റ് സൈഡിലുള്ള ബിസിനസ്മാൻ്റെയും ഇൻവെസ്റ്റേഴ്സിൻ്റെയും 5% വരുന്ന ഇവരുടെ കയ്യിലാണ് 95% സമ്പത്തിരിക്കുന്നത്. വെറും 5% സമ്പത്ത് മാത്രമാണ് എംപ്ലോയിയുടെയും സെൽഫ് എംപ്ലോയിയുടെയും അടുത്തിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എംപ്ലോയി എന്ന് പറയുന്ന സമയത്ത് തങ്ങളുടെ സമയം ഉപയോഗപ്പെടുത്തി സമയവും ആരോഗ്യവും ഉള്ള സമയത്ത് മാത്രം നമുക്ക് ഒരു ചെറിയൊരു വരുമാനം കിട്ടുന്നു. സെൽഫ് എംപ്ലോയി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും സെൽഫായിട്ടുള്ള അറിവ് നോളജ് ഉപയോഗിച്ച് നമുക്ക് ആരോഗ്യവും സമയവും ഉള്ള സമയത്ത് വരുമാനം മാത്രം തരുന്നു. ഈ രണ്ട് മേഖലയിൽ നമ്മളില്ലെങ്കിൽ നമുക്ക് വരുമാനമില്ല. ബിസിനസ്മാൻ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അവർ ജനങ്ങളുടെ സമയത്തെ തങ്ങളുടെ സമയമാക്കി വില കൊടുത്ത് വാങ്ങുകയും അതിലൂടെ നൂറുകണക്കിന് തലമുറകൾ കഴിയാനുള്ള സമ്പത്ത് സൃഷ്ടിച്ചെടുക്കുകയും തങ്ങളില്ലെങ്കിൽ പോലും വരുമാനം നിലക്കാത്ത ഒരു ലോകത്തേക്ക് അവർ മാറുകയും ചെയ്യുന്നു. ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ അവർ ഉണ്ടാക്കിയെടുത്ത പണം കൊണ്ട് ബിൽഡിങ്ങുകൾ, സ്ഥലങ്ങൾ, ലാൻഡ് പോലുള്ള ഓരോന്ന് വാങ്ങിയിടുകയും അതിൽ നിന്ന് അവരില്ലെങ്കിൽ പോലും ആ വരുമാനം ആസ്വദിക്കാൻ പറ്റുന്ന, അവർ കിടന്നുറങ്ങുമ്പോൾ പോലും അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വരുന്ന ഒരു ടീമാണ് ഈ ബിസിനസ് ഇൻവെസ്റ്റേഴ്സ്. ഉറങ്ങുമ്പോൾ പണം അവരുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇതിൽ ഏത് മേഖലയിലായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളിപ്പോൾ എംപ്ലോയിയോ സെൽഫ് എംപ്ലോയി ആയിരിക്കാം. നിങ്ങൾക്ക് ബിസിനസ്മാൻ ആകാൻ പറ്റുമോ? ഇൻവെസ്റ്റർ ആവാൻ പറ്റുമോ? ബിസിനസ്മാനോ ഇൻവെസ്റ്റേഴ്സോ ആകണമെങ്കിൽ ഇന്ന് ലക്ഷങ്ങൾ മുടക്കിയാൽ പോരാ. ഇന്ന് കോമ്പറ്റീറ്റേഴ്സ് കൂടുതലുള്ളതുകൊണ്ട്, മത്സരാർത്ഥികൾ നമ്മുടെ മുന്നിൽ കൂടുതലുള്ളതുകൊണ്ട് കോടിക്കണക്കിന് രൂപകൾ മുടക്കിയാൽ മാത്രമേ നമുക്കൊരു ബിസിനസ്മാനും ഇൻവെസ്റ്റേഴ്സും ആകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇനി എന്തൊരു വഴി? സൊല്യൂഷൻ എന്താണ്? MLM ഓൺ ഡയറക്റ്റ് സെല്ലിംഗ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, ഈ ഒരു നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് MLM എന്ന് പറയുന്ന ഈ ഒരു ഫാമിലിയെ നിയന്ത്രിക്കുന്നത്. വ്യക്തമായ ശരിയായ രീതിയിലുള്ള ഒരു ഗൈഡ്ലൈൻസ് രൂപരേഖ നമുക്ക് വേണ്ടി കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തയ്യാറാക്കിയിട്ടുണ്ട്. കേരള സർക്കാരും കേന്ദ്ര സർക്കാരും അത്രയ്ക്കും ഈ ഒരു മേഖലയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. CBSE സ്കൂളിലെ +2 കൊമേഴ്സ് അവരുടെ ബിസിനസ് സ്റ്റഡീസ് 11ാമത്തെ ചാപ്റ്ററിൽ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഇന്നത്തെ വരും തലമുറകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. FICCI ആൻഡ് KPMG ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ച് പറയുന്നത് 2025 ഈ ഒരു ഇൻഡസ്ട്രി 64,500 കോടി സമാഹരിക്കുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ 1.8 ഏകദേശം 2 കോടിക്കടുത്ത് ഡയറക്റ്റ് സെല്ലേഴ്സ് ഇന്ത്യയിലുണ്ടാവും. അതിൽ തന്നെ 60%-ലേറെ വുമൻസ് ആയിരിക്കുമെന്ന് പറയുമ്പോൾ വളരെ സന്തോഷിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഒരു MLM കമ്പനി, നല്ലൊരു കമ്പനിയെ നമുക്ക് തിരഞ്ഞെടുക്കാം?
ആദ്യം നമുക്ക് ഡീപ്പായിട്ട് ആ കമ്പനിയെക്കുറിച്ച് മനസ്സിലാക്കണം. ആ കമ്പനി നൽകുന്ന പ്രൊഡക്റ്റുകളെയും സർവീസുകളെയും സേവനങ്ങളെയും കുറിച്ച് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണോ? ജനങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ ചെയ്യുന്ന പേയ്മെൻറ്റിന് മൂല്യവത്തായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണോ അവർക്ക് കിട്ടുന്നത്? ഏത് സമയവും 24/7 എന്ന നിലയിൽ ഏത് തല MLM സർവീസ് നൽകാൻ ആ കമ്പനി തയ്യാറാണോ? അതുപോലെ ഒരു ഗുഡ് ഇൻകം, ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ട് കുറഞ്ഞ വരുമാനം കിട്ടുന്ന കമ്പനിയാണോ? അതല്ല പതുക്കെ ഗ്രാജ്വലി നല്ല വരുമാനം കിട്ടി തങ്ങളുടെ കുടുംബത്തിനും വരും തലമുറക്കും ജീവിക്കാൻ പറ്റുന്ന സമ്പത്ത് നൽകുന്ന ഒരു പാസീവ് ഇൻകം തരുന്ന, നാം ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം തരുന്ന, ഇൻകം തരുന്ന ഒരു കമ്പനിയാണോ? ഒരു MLM കൺസൾട്ടിങ്, MLM എഡ്യൂക്കേഷൻ സിസ്റ്റം ആ കമ്പനിക്കുണ്ടോ? ഇനി പാർട്ട് ടൈം ഇൻകം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ട്രെയിനിങ് ആൻഡ് അസിസ്റ്റൻസ് സപ്പോർട്ട് കമ്പനി നൽകുന്നുണ്ടോ? കോമ്പൻസേഷൻ പ്ലാൻ, ഏറ്റവും പ്രധാന മർമ്മഭാഗം എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ മാർക്കറ്റിംഗ് പ്ലാൻ, അതിൻ്റെ സ്ട്രെങ്ത്, അതിൻ്റെ പവർ, അതിൻ്റെ സെക്യൂരിറ്റി എത്രമാത്രമുണ്ട്? നമ്മൾ കൊണ്ടുവരാനിരിക്കുന്ന ആയിരക്കണക്കിന് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് യോജിക്കാൻ പറ്റുന്ന, ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മാർക്കറ്റിംഗ് പ്ലാനാണോ? സിമ്പിൾ പ്ലാനാണോ? കസ്റ്റമർ ഫ്രണ്ട്ലി ആണോ? ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഫ്രണ്ട്ലി ആണോ എന്നുള്ളതും നോക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഒരു കമ്പനിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. വി ആർ ഓഫറിങ് യു എ ബെസ്റ്റ് കമ്പനി ഇൻ ദിസ് ഇൻഡസ്ട്രി. ഈ ഒരു ഇൻഡസ്ട്രിയിലെ ഏറ്റവും നല്ല ബെസ്റ്റ് കമ്പനിയായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ദാറ്റ് റൺ ബൈ യങ് വൈബ്രന്റ് കേരള ഡയറക്ടേഴ്സ്. തീർച്ചയായിട്ടും ആ കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ നിരവധി കമ്പനികൾ, നൂറുകണക്കിന് കമ്പനികൾ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്. എന്നാൽ കേരളത്തിലുള്ള ഒട്ടുമിക്ക 95% കമ്പനികളും കേരളത്തിൻ്റെ വെളിയിലാണ്. അതിൻ്റെ കോർപ്പറേറ്റ് ഓഫീസുകൾ കണ്ടെത്താൻ ദൂരത്താണ്. ഡയറക്ടേഴ്സിനെ കാണാൻ പോലും പറ്റില്ല. അങ്ങനെയുള്ള കമ്പനികളാണ് 95% നമ്മുടെ കേരളത്തിൽ വിലസുന്നത്. എന്നാൽ കേരളത്തിൽ കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകരയിൽ ആസ്ഥാനമായി വേൾഡ് സ്റ്റാൻഡേർഡ് കോർപ്പറേറ്റ് ഓഫീസ് സ്വന്തമായിട്ടുള്ള ഒരു കമ്പനി, കേരളത്തിലെ കോർപ്പറേറ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ആ ഭാഗത്ത് തന്നെയുള്ള സാധാരണക്കാരായിട്ടുള്ള ഡയറക്ടേഴ്സ്, അത് ആ കമ്പനിയാണ്. അതോടൊപ്പം ദി വേൾഡ്സ് ഫസ്റ്റ് കമ്പനി ഇൻട്രൊഡ്യൂസിങ് റോബോട്ടിക് പ്ലാൻ ഇൻ ദിസ് ഇൻഡസ്ട്രി. ഈ മേഖലയിൽ ലോകത്ത് തന്നെ ആദ്യമായിട്ട് റോബോട്ടിക് പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനി, അതാണ് മൈ ജെംസ് വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. സുഹൃത്തുക്കളെ, കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകരയിൽ ബൈപ്പാസിൽ, NH ബൈപ്പാസിൽ 2200 സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി പ്രവർത്തനം ആരംഭിച്ചു. 2019 ജൂൺ 2 പ്രവർത്തനം ആരംഭിച്ചു. ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഫാമിലിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്താണ് മൈ ജെംസ് വേ? മൈ ജെംസ് വേ സൊസൈറ്റിക്ക് നൽകുന്ന സെക്യൂരിറ്റി എന്താണ്? എങ്ങനെയാണ് മൈ ജെംസ് വേ കേരളത്തിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പോകുന്നത്? മൈ ജെംസ് വേയുടെ കോമ്പൻസേഷൻ പ്ലാൻ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്കും ഇല്ലാത്ത, അവരെല്ലാവരെയും അസൂയപ്പെടുത്തുന്ന ഒരു മാർക്കറ്റിംഗ് പ്ലാൻ. ആ മാർക്കറ്റിംഗ് പ്ലാൻ എന്താണ്? എനിക്കും എൻ്റെ കുടുംബത്തിനും ഞങ്ങളുടെ ജീവിതത്തെ
മുന്നോട്ട് കൊണ്ടുപോകുവാൻ വളരെ ആനന്ദത്തോടെയും സന്തോഷത്തോടു കൂടി മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന ഒരു പ്ലാനാണോ? എൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് സിസ്റ്റം ഈ കമ്പനി എനിക്ക് തരുന്നുണ്ടോ? ഞാൻ ഒറ്റയ്ക്ക് ഒരുപാട് ടീമുകളെ ഡെവലപ്പ് ചെയ്ത് എൻ്റെ ചെരുപ്പിൻ്റെ അടി തേഞ്ഞു പോകുന്ന, എൻ്റെ കാറിൻ്റെ ടയർ തേഞ്ഞു പോകുന്ന, എൻ്റെ പോക്കറ്റ് കാലിയാക്കുന്ന ഒരു സിസ്റ്റം ഒരു കമ്പനിയാണോ? മൈ ജെംസെ എനിക്ക് എന്തെല്ലാം ചെയ്തു തരുന്നു? എൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് മാറ്റിമറിക്കാൻ പോകുന്നത്? സിസ്റ്റം ദി മിറാക്കിൾ ഡേ എന്ന് പറയുന്ന 16ാമത് അത്ഭുത ദിനം എന്ന് പറയുന്ന ആ ഒരു അത്ഭുത ദിനം എന്താണ്? ഞാൻ കമ്പനിയിലേക്ക് വന്നാൽ എത്ര ദിവസം കൊണ്ട്, എത്ര മാസം കൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തെ സക്സസ് ആക്കി മാറ്റാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയം തരാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ മാത്രം ജെംസയെ കുറിച്ച് പഠിക്കുമ്പോൾ ഇന്ന് നിലവിൽ കേരളത്തിലുള്ള എല്ലാ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെയും നിങ്ങൾ എടുത്ത് പഠിക്കുക. ആ കമ്പനിയുടെ പ്രൊഫൈലുകളെക്കുറിച്ചും കമ്പനിയെക്കുറിച്ചും കമ്പനിയുടെ മാർക്കറ്റിംഗ് പ്ലാനിനെ കുറിച്ചും നിങ്ങൾ വിശദമായി പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ആഫ്റ്റർ ടു ഇറ്റ് അതിനുശേഷം മാത്രം നിങ്ങൾ മൈ ജെംസയെ കുറിച്ച് പഠിക്കുക. മൈ ജെംസെ മറ്റുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെക്കാൾ നല്ലൊരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഒരുക്കി തരുന്നു എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യമായാൽ ഈ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് ആരാണോ അവരെ നിങ്ങളുടെ അടുത്ത് ഇരുത്തിക്കൊണ്ട് മൈ ജെംസ് ഫാമിലിയുടെ മിറാക്കിൾ പ്ലാൻ, മില്യനേഴ്സ് പ്ലാൻ, ആ മിറാക്കിൾ പ്ലാൻ എന്താണ് എന്നുള്ളത് വിശദമായിട്ട് പഠിക്കുക. അത് പഠിക്കുന്നതിലൂടെ 100% ഗ്യാരണ്ടി നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ജീവിതം മാറ്റിമറിക്കുക തന്നെ ചെയ്യും. ഇതുവരെ നിങ്ങൾ എന്തായിരുന്നു, നിങ്ങൾ ആരായിരുന്നു എന്നുള്ളത് ഇവിടെ ചോദ്യമേ അല്ല. നിങ്ങളുടെ വിദ്യാഭ്യാസം എത്രയാണ്, നിങ്ങളുടെ പ്രായമത്രേ എന്നുള്ളത് ഇവിടെ ഒരു മാനദണ്ഡമേ അല്ല. ഈ നിമിഷം വരെ ഞാൻ ഒരുപാട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്ത് സൊസൈറ്റിയിൽ എൻ്റെ പേര് കളഞ്ഞവനായിരിക്കാം. ഞാൻ ഒരു വ്യക്തിയെ സമീപിക്കുമ്പോൾ ആ വ്യക്തി പുച്ഛഭാവത്തോടുകൂടി കല്ലെടുത്ത് എറിഞ്ഞ് ആട്ടിയോടിക്കുന്ന ഒരു പ്രവണതയോടുകൂടി ജീവിക്കുന്ന വ്യക്തി ആയിരിക്കാം. പക്ഷേ നിങ്ങൾ ഏത് പ്രൊഫൈൽ, ബ്ലാക്ക് മാർക്ക്, റെഡ് മാർക്ക് ലിസ്റ്റിലുള്ള പ്രൊഫൈലിൻ്റെ ഉടമയാണെങ്കിൽ പോലും കേവലം 3 മാസം കൊണ്ട് നിങ്ങളുടെ ആ പ്രൊഫൈൽ തിരിച്ചു വരും. കാലചക്രം കറങ്ങി തിരിച്ചു തന്നെ വരുന്നത് പോലെ എവിടുന്ന് കറക്കം ആരംഭിച്ചോ അതിലേക്ക് തിരിച്ചെത്തുന്നത് പോലെ എവിടെ എന്നാണോ നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് വീക്കായി തുടങ്ങിയത് അതിൻ്റെ ആ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലേക്ക് എത്തുകയും നിങ്ങളുടെ പ്രൊഫൈൽ കളർഫുള്ളാക്കി മാറ്റുകയും ചെയ്യും. അതിന് നിങ്ങൾ പുതിയ ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ നിങ്ങളെ പുച്ഛിക്കുന്നവരെ പോയി കാണുവാനോ പ്ലാൻ കൊടുക്കാനോ നിങ്ങൾ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾ ഇതിൻ്റെ പ്ലാനെക്കുറിച്ച് വ്യക്തമായി പഠിക്കുക, നിങ്ങളെ കൊണ്ടുവന്ന വ്യക്തിയെ വിശ്വസിക്കുക, അവർക്ക് ഗൈഡ് ലൈൻസ് കൊടുക്കുന്ന അവരുടെ സീനിയറായിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ട് കമ്പനിയിലെ, അവരെ മുറുകെ പിടിക്കുക. കമ്പനിയുടെ മാർക്കറ്റിംഗ് പ്ലാൻ വ്യക്തമായും വളരെ ക്ലിയറായിട്ടും പൂർണ്ണമായും നിങ്ങൾ മനസ്സിലാക്കുക, പഠിച്ചെടുക്കുക. Wish you all success. You are live. Thank you.